നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. എളിയാവൂർ കാട്ടുമച്ചാൽ പ്രദേശവാസികൾ ദുരിതത്തിൽ. വേനൽ മഴ കനക്കുന്നതോടെ പ്രദേശത്തെ റോഡ് ചെളിക്കുളമായി മാറി. ഇരുചക്രവാഹനങ്ങളും കാൽനട യാത്രക്കാരും ഏറെ ബുദ്ധിമുട്ടിയാണ് ഇതുവഴി കടന്നു പോകുന്നത്. നാഷണൽ ഹൈവേയുടെ പണി നടക്കുന്നതിനാലാണ് ഇതുവഴി ഇപ്പോൾ യാത്ര ദുസ്സഹമായി മാറിയത്. കാലവർഷം എടുക്കുന്നതോടെ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവൃത്തികൾ തകൃതിയായി നടക്കുന്നുണ്ട്. എന്നാൽ പല ഭാഗങ്ങളിലും റോഡിന്റെ അവസ്ഥ പരിതാപകരവുമാണ്. ഞാൻ ഈ മുണ്ടയാട് കരയൻ റോഡിൻ്റെ പുതിയതായി വർക്ക് ചെയ്യുന്ന സ്ഥലത്തിൻ്റെ അടുത്തുള്ള സമീപവാസിയാണ്. ഈ റോഡ് ഇത്ര വളരെ ദുരിതാവസ്ഥയിലുള്ള അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. മഴ പെയ്തു കഴിഞ്ഞാൽ ഇതിലൂടെ നടന്നു പോകാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ് കാര്യങ്ങളുള്ളത്. ഒരു മൊത്തം മണ്ണായി നടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒരാഴ്ച കഴിഞ്ഞാൽ കുട്ടികളുടെ സ്കൂൾ തുറക്കും. കുട്ടികൾ സ്കൂളിൽ പോകാൻ പറ്റത്തില്ല. ഒരു എമർജൻസി ഒരു വണ്ടി പോകാൻ പറ്റത്തില്ല. ഒരു വല്ലാത്തൊരവസ്ഥയായത്. കാരണം ഇത് മൊത്തം ചെവിടി മണ്ണാണ്. ഈ മൊത്തം ചെവിടി മണ്ണ് മഴ പെയ്തു കഴിഞ്ഞാൽ മൊത്തം ചെളിയും മണ്ണുമായിട്ട് നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പം നോർമലാണ്. മഴ പെയ്തു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഒരു മഴ പെയ്യുമ്പോൾ തന്നെ വളരെ ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നു. നാഷണൽ ഹൈവേയുടെ വികസനവുമായി ബന്ധപ്പെട്ട് പലയിടത്തും പണി നടന്നു വരുന്നതേയുള്ളൂ. മേൽപ്പാല നിർമ്മാണത്തിനായി തൂണുകൾ വാർത്തും മണൽ കൂട്ടിയിട്ടതും വേനൽ മഴ ചാറിയതോടെ ചെളി നിറഞ്ഞൊഴുകാൻ തുടങ്ങിയിട്ടുണ്ട്. അത്തരത്തിൽ ഏറെ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് കാട്ടുമച്ചാൽ എളിയാവൂർ അമ്പല റോഡ്. ഇതുവഴി ഭയത്തോടെയല്ലാതെ ഇരുചക്ര വാഹനങ്ങൾക്ക് കടന്നു പോകാനാവില്ല. മാത്രവുമല്ല, 2 ആഴ്ച കൂടെ കഴിയുന്നതോടെ സ്കൂൾ തുറക്കും. പിന്നെ പുത്തൻ യൂണിഫോമിലെത്തുന്ന കുട്ടികളെ കാത്തിരിക്കുക ഈ ചെളിക്കൊണ്ടാണ്. മഴ കനത്താൽ പിന്നെ നടവഴി പോലും ഇതുവഴി പ്രതീക്ഷിക്കരുത്. നമ്മുടെ ഈ എളിയാവൂർ കാട്ടുമച്ചാൽ റോഡിൽ ഹൈവേ ക്രോസ് ചെയ്യുന്ന ഭാഗത്ത് ഈ മഴ തുടങ്ങുന്നതോടുകൂടി ഇതിലെ കൂടിയുള്ള യാത്ര വളരെ ദുഷ്കരമായിരിക്കും. ഇവിടെയുള്ള ഈ മണ്ണിട്ട ചെളി മുഴുവനും റോഡിലേക്കൂടെ വന്നിട്ട് വാഹനങ്ങൾക്ക് പോകാനും യാത്രക്കാർക്കും ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാൽനട യാത്രക്കാർക്കും വളരെ ദുഷ്കരമായിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിന് വേണ്ടപ്പെട്ട നടപടികൾ അധികൃതരുടെ ഭാഗത്തു നിന്നും എത്രയും പെട്ടെന്ന് മഴയ്ക്ക് മുന്നേ തീരുമാനം എടുക്കേണ്ടതാണെന്ന് എല്ലാവരുടെയും വാഹനം പോകുന്ന കൂട്ടരുടെയും യാത്രക്കാരുടെയും എല്ലാം അപേക്ഷയാണ്. മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ റോട്ടിലോട്ട് ആർക്കും പോകാൻ പറ്റില്ല. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഭാഗത്ത് ഈ എളിയാവൂർ ഭാഗത്ത് മുണ്ടിയാട് റോഡ് ടച്ച് ചെയ്യുന്ന റോഡായത്. ഇത് വെള്ളം കയറി കഴിഞ്ഞാൽ ഇതിലൂടെ ആർക്കും പോകാൻ പറ്റില്ല. പിന്നെ ഇതിലൂടെ വഴി ആർക്കും പോകാൻ പറ്റില്ല. അതുകൊണ്ട് അടിയന്തരമായി ആരെല്ലാം ഇതിൻ്റെ സഹകരിക്കാൻ പറ്റുമോ എല്ലാവരും സഹകരിച്ച് ഈ റോഡ് പൊന്തിച്ച് കൊടുത്തിട്ട് വെള്ളം സൈഡിലോട്ട് കൊടുത്തിട്ട് പോകാൻ വേണ്ടിയൊരു സംവിധാനം ഉണ്ടാക്കുന്നതാണ് പറയുന്നത്. മുണ്ടയാടുമായി ബന്ധിപ്പിക്കുന്ന ഒരു നാടിന്റെ തന്നെ ആശ്രയമായ പൊതുവഴി അധികാരികൾ ആരും തന്നെ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് നാട്ടുകാർ പരാതി പറയുന്നുണ്ട്. ഒന്നുമില്ലെങ്കിലും ദേശീയപാത അതോറിറ്റി ജീവനക്കാരെങ്കിലും ഇതുവഴി ഒന്ന് വന്ന് നോക്കണമെന്ന ആവശ്യവും ജനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. നമ്മൾ ഈ കാട്ടുമച്ചാൽ റോഡ് പന്നിക്കുന്ന റോഡ് നമ്മൾ ബൈത്ര പിടിക്കുന്ന വരുമ്പോഴുള്ള റോഡ് നാഷണൽ ഹൈവേൻ്റെ ഭാഗമായിട്ട് പണിയുന്ന ഫില്ലറിൻ്റെ അടിഭാഗം ഈ മഴ പെയ്തു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു പ്രദേശമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ചളിയും മണ്ണും വന്ന് നിറഞ്ഞ് ഇപ്പോൾ റോഡ് തന്നെ ഇല്ലാതായിരിക്കുക. അതുകൊണ്ട് ശാശ്വത പരിഹാരം എന്തായാലും വേണം നമുക്ക്. സൈഡ് റോഡ് കിട്ടിയേ പറ്റും. ഇതുവരെ സൈഡ് റോഡ് ആക്കിയില്ല. അവർ ഉണ്ടാവുമെന്ന് പറഞ്ഞതാണ്, ഇതുവരെ വന്നില്ല. അതുകൊണ്ട് നമുക്ക് ആ ഒരു പരിഹാരം എന്തായാലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഇതിൻ്റെ PWDയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതാണ്. കാൽനട യാത്രക്കാർക്ക് വേണ്ടിയിട്ടാണ് കാര്യമായിട്ട് നമ്മളിത് കാണേണ്ടത്. കാൽനട യാത്രക്കാർക്ക് നമുക്ക് ഇതിനകത്ത് കൂടെ നടന്നിട്ട് പോകാൻ പറ്റാത്തൊരു കണ്ടീഷനിലാണ് നിലവിലുള്ളത്. നാടിനൊരു വികസനത്തിന് വേണ്ടിയിട്ട് ജനങ്ങളിൽ സഹകരിക്കുമ്പോൾ ജനങ്ങൾക്ക് നടന്നിട്ട് പോകാൻ പറ്റാത്തൊരു കണ്ടീഷനിലേക്കാണ് പോകുന്നത്. അവരോട് കുറേ പ്രാവശ്യം പറഞ്ഞു റോഡ് അതിൻ്റെ നടന്നിട്ട് പോകേണ്ട വിധത്തിൽ അതൊന്ന് ശരിയാക്കുന്നുണ്ട്. കുറച്ച് നല്ല മോശമില്ലാത്ത വിധത്തിൽ ഒരു കുറച്ച് ഹൈറ്റ് കൂട്ടി അപ്പുറത്തും ഇപ്പുറത്തും മണ്ണ് വരുന്നത് കുറച്ച് ബ്ലോക്ക് ചെയ്തിട്ടെല്ലാം ആകുമ്പോൾ ജനങ്ങൾക്ക് നടന്നിട്ട് പോകാനൊരു സൗകര്യങ്ങളും ഉണ്ടാവും. വാഹനം എങ്ങനെയെങ്കിലും പോകും, വളഞ്ഞിട്ടെല്ലാം പോകും. പക്ഷെ നടന്നിട്ട് പോകേണ്ടവരുടെ കാര്യം വളരെ ദയനീയമായിട്ടുള്ളൊരവസ്ഥയല്ലേ. അതുകൊണ്ട് പെട്ടെന്ന് അധികാരികൾ ബന്ധപ്പെട്ട് ചെയ്തു കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഒന്നുകിൽ ബദൽ മാർഗമൊരുക്കുക, അല്ലെങ്കിൽ മണ്ണ് റോഡിലേക്ക് പടരാതിരിക്കാനുള്ള വഴിയെങ്കിലും ബന്ധപ്പെട്ടവർ കണ്ടെത്തുക. അതുമല്ലെങ്കിൽ മണ്ണിട്ട് റോഡ് ഉയർത്തി നൽകുക. ഇങ്ങനെ പോംവഴികൾ പലതും നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എങ്കിലും മഴ കനത്താൽ ഇതുവഴി റോഡുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് തന്നെ വരും. അതാവും ഈ കാലവർഷം എളിയാവൂർ നാട്ടുകാർക്ക് സമ്മാനിക്കുക. സിറ്റി ന്യൂസ്, കണ്ണൂർ.
കൂടുതൽ വാർത്തകൾ അറിയാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.